ഹലോ ഫ്രണ്ട്സ്, കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പാറൂസിൻ്റെ ലച്ചൂസിൻ്റെ വീടാണ്. അപ്പോൾ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ടൊരു ഹാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാർ ഒരു സ്നേഹോപഹാരം കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഹാള് കഴിഞ്ഞ് നേരെ ആ ഒരു അടുക്കളയാണ് കേട്ടോ. ഒരു ഗ്യാസ് അടുപ്പൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു അടുക്കളയാണ്. ഫ്രിഡ്ജൊക്കെ ഇരിപ്പുണ്ട്, അവിടെ നാത്തൂന് വാങ്ങിച്ച് കൊടുത്തതെന്ന് പറഞ്ഞു. തൊട്ടടുത്ത അടുക്കള നമ്മൾ ഈ ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കഴിക്കാൻ അവർക്ക് നിർത്താറായോട് ചേച്ചി ഒന്ന് കഴിക്കുന്ന പറഞ്ഞപ്പോൾ നമ്മൾ കഴിക്കാൻ പോയി. ആദ്യം ചിക്കൻ ബിരിയാണി വെജും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വെജാണ് കഴിച്ചത്. കല്യാണം കഴിച്ചു, ചിക്കൻ കഴിച്ചു, പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. സെൽഫി എടുക്കാമെന്ന് പറഞ്ഞ് ഒളിഞ്ഞ് നോക്കിയതായിരുന്നേ, പറ്റിപ്പോയി. വീഡിയോ എടുക്കാമെന്നറിയില്ല. അപ്പോൾ ഹാള് കഴിഞ്ഞ അറ്റത്ത് മുകളിലോട്ടുള്ള സ്റ്റെയർ ഉണ്ട്. അതിനോട് ചേർന്ന് ഒരു റൂമുണ്ട് കേട്ടോ. അപ്പോൾ കല്യാണി ബാത്റൂമാണ് തുറന്ന് നോക്കിയത്. അവൾക്ക് ഇവിടെ പോയാൽ അത് നോക്കാൻ ഇഷ്ടം കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ അടയാളങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു റൂമാണ് കേട്ടോ. ഇനി നമുക്ക് മുകളിലോട്ട് പോവാം. അങ്ങനെ സ്റ്റെയർ കയറി മുകളിൽ വരുമ്പോഴത്തേക്കും ഇവിടെ 2 ബെഡ്റൂമാണ്. മൊത്തത്തോടെ 3 ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അടുത്ത ബെഡ്റൂം മുകളിലത്തെ ബെഡ്റൂമാണിത്. ഇവിടെയും താഴത്തെ പോലെ തന്നെ അതേ ബാത്റൂമും അതുപോലെ തന്നെ ഒരു റൂമും അല്ല അതേപോലെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി തൊട്ടടുത്ത ഇവിടെ നിന്ന് തൊട്ടടുത്ത മുറി പോയപ്പോഴത്തേക്കും അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേ അളവിലൊക്കെ ഉള്ള റൂമും പിന്നെ ഇവിടെ നമുക്ക് സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങാം കേട്ടോ. താഴത്തെ സിറ്റ് ഔട്ട് ഉണ്ടല്ലോ, അതുപോലെ തന്നെ മുകളിലത്തെ നിലയിലുള്ള സിറ്റ് ഔട്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും നിറച്ച് വീടൊക്കെ ഉണ്ട് കേട്ടോ. വീടും നല്ലൊരു അന്തരീക്ഷം. നമ്മൾ ഏകദേശം 9 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടിപൊളി ഏരിയയൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഏരിയയാണ്, എന്നാലും കൊള്ളാം. ഉള്ള വീട് വെച്ചാൽ എനിക്ക് നല്ല ഏരിയയൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒറ്റയ്ക്ക് കിടക്കാനായാലും പേടിക്കാനുള്ള ഒരു ഇതുമില്ല. ഒറ്റയ്ക്കല്ല കേട്ടോ, അമ്മൂമ്മയും കൂടി കാണും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ ബാക്ക് സൈഡിലുള്ള എൻട്രിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വാഷിംഗ് മെഷീനൊക്കെ ഇരിപ്പുണ്ട്. തുണി നനയ്ക്കാൻ കൊണ്ടിട്ടോ എന്നൊരു സംശയം കൊണ്ട് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ. തുണിയൊന്നും ഇട്ടിട്ടില്ല, ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഈ കാണുന്ന വീട് അവരെ പാല് കാച്ചിൻ്റെ തലേ ദിവസം പാല് കാച്ചിയ വീടാണ്. ഇതെല്ലാം ഓരോരോ ഫ്ലോട്ടായിട്ട് ആൾക്കാർ വാങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.